അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിൻ്റെ മൂന്നാമത്തെ സെഷനിലാണ് നാം ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷനിലൂടെ അമ്മ ജുസ്ഇൻ്റെ രണ്ടാമത്തെ ഭാഗം പഠിക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കുന്ന കാര്യങ്ങൾ കഴിവതും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മൂന്നാമത്തെ സെഷനിലെ ഒന്നാമത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ മുത്തഫിഫീനിലെ ആദ്യ 3 വചനങ്ങളാണ്. നോക്കാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. ആയത്തുകളുടെ അർത്ഥം നോക്കാം. ഒന്നാമത്തെ വചനം വൈലുല്ലിൽ മുത്തഫിഫീൻ. ആയത്തിൻ്റെ അർത്ഥം അളവിൽ കുറവ് കാണിക്കുന്നവർക്ക് മഹാനാശം. വാക്കർത്ഥങ്ങൾ നോക്കാം. വൈലുൻ എന്ന് പറഞ്ഞാൽ മഹാനാശം അല്ലെങ്കിൽ മഹാകഷ്ടം. ലിൽ മുത്തഫിഫീൻ അളവിൽ കുറവ് കാണിക്കുന്നവർക്ക് അല്ലെങ്കിൽ കബളിപ്പിച്ചെടുക്കുന്ന ആളുകൾക്ക് വൻ നാശമുണ്ട് എന്നർത്ഥം. രണ്ടാമത്തെ ആയത്ത് അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. അതായത് ജനങ്ങളോട് അളന്ന് വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കി തികച്ച് എടുക്കുന്ന കൂട്ടരാണ്. ഇതിൻ്റെ വാക്കർത്ഥം നോക്കുകയാണെങ്കിൽ അല്ലദീന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വചനത്തിൽ സൂചിപ്പിച്ചാൽ മുത്തഫിഫീൻ എന്ന വിഭാഗത്തെയാണ് അല്ലദീന എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. മുത്തഫിഫീൻ ആരാണ്? അവരുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇദക്താലു അവർ അളന്നു വാങ്ങിയാൽ അലന്നാസി ജനങ്ങളോട് അവർ അളന്നു വാങ്ങിക്കഴിഞ്ഞാൽ യസ്തൗഫൂൻ അവർ നിറവേറ്റിയെടുക്കുന്നവരാണ് അല്ലെങ്കിൽ തികച്ചെടുക്കുന്നവരാണ്. മൂന്നാമത്തെ വചനം വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. ആയത്തിൻ്റെ അർത്ഥം അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യുന്നതാണ്. അതിൻ്റെ വാക്കർത്ഥം നോക്കുകയാണെങ്കിൽ വഇദാ കാലൂഹും അവർ ജനങ്ങൾക്ക് അളന്നു കൊടുത്താൽ ഔ വസനൂഹും അല്ലെങ്കിൽ അവർക്ക് തൂക്കിക്കൊടുത്താൽ യുഖ്സിറൂൻ അവർ നഷ്ടം വരുത്തുന്നവരാണ് എന്നാണ്. ഇനി നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി ഇമാം ഖുർത്തുബി റഹ്മഹുല്ല നൽകിയ വിശദീകരണത്തിൽ നിന്നും വായിക്കാം. സൂറത്തുൽ മുത്തഫിഫീൻ മക്കിയ്യത്തുൻ ഫി ഖൗലി ഇബ്നു മസ്ഊദ് വൽളിഹാഖ് വമുഖാത്തിൽ. അഥവാ ഈ അദ്ധ്യായം മക്കിയാണോ മദനിയാണോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മക്കിയാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവും ളഹാഖും മുഖാത്തിലും റഹിമഹുമുല്ല അവരെല്ലാം പറയുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ ഹസൻ റഹിമഹുല്ലയും ഇക്രിമ റഹിമഹുല്ലയും എല്ലാം പറയുന്നത് പ്രകാരം അത് മദനിയാണ് എന്നാണ്. വഹിയ സിത്തുൻ വസലാസൂന ആയ. ഈ അദ്ധ്യായത്തിൽ 36 വചനങ്ങളുമാണ് ഉള്ളത്. ഈ ഒരു വിഷയത്തിൽ ശരിയായ അഭിപ്രായമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവും അതേപോലെ തന്നെ ഖതാത റഹ്മഹുല്ലയും പറയുന്ന അഭിപ്രായമാണ്. അവർ പറയുകയാണ് മദനിയത്തുൻ ഇല്ലാ 8 ആയാത്ത് മിൻ ഖൗലിഹി ഇന്നല്ലദീന അജ്റമൂ ഇലാ ആഖിരിഹ മക്കിയ്യുൻ. അഥവാ ഈ അദ്ധ്യായത്തിൻ്റെ ആദ്യ ഭാഗം മദനിയായിക്കൊണ്ടും അവസാന 8 വചനങ്ങൾ അഥവാ ഇന്നല്ലദീന അജ്റമൂ എന്ന് തുടങ്ങുന്നത് മുതൽ അവസാനം വരെയുള്ള 8 വചനങ്ങൾ മക്കിയായിക്കൊണ്ടുമാണ് ഇബ്നു അബ്ബാസ്, ഇമാം ഖതാദ റഹ്മഹുമുല്ല അവരെല്ലാം പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കുന്നത്. അതാണ് ശരിയായ അഭിപ്രായമായിക്കൊണ്ടും നാം മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. അതേപോലെ തന്നെ മറ്റൊരു അഭിപ്രായം കൂടി കൂട്ടത്തിൽ കാണാം. വഖാല അൽ കൽബിയു വജാബിർ ഇബ്നു സയ്ദ്. രണ്ടുപേരും പറയുന്നു നസലത് ബൈന മക്ക വ മദീന. മദീനയുടെയും മക്കയുടെയും ഇടയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായ അധ്യായമാണ് എന്നും മറ്റൊരു അഭിപ്രായമായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു അഅലം. ഇനി ഇബ്നു കസീർ റഹ്മഹുല്ല നൽകിയ വിശദീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അദ്ദേഹം പറയുകയാണ് ഖാല നസാഇയു വഇബ്നു മാജ റഹിമഹുമുല്ലാ. ഇമാം നസാഇയും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് ലമ്മ ഖദിമ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തിയപ്പോൾ കാനൂ മിൻ അഖ്ബസിൻ നാസി കൈലൻ. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, വിശ്വാസികളും അല്ലാത്തവരും എല്ലാം തന്നെ
കൈലിൽ അഥവാ അളവ് തൂക്ക വിഷയത്തിൽ അവർ വളരെ വൃത്തികെട്ടവരായിരുന്നു, അല്ലെങ്കിൽ വളരെ മോശം ആളുകളായിരുന്നു, ജനങ്ങളെ നന്നായി കബളിപ്പിക്കുന്നവരായിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിഷയത്തിൽ ഫഅൻസലല്ലാഹ് ഈ ഒരു അധ്യായം അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. ഫഹസ്സനുൽ കൈൽ, അങ്ങനെ പിന്നീട് അവർ അളവ് തൂക്കത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരായി മാറുകയും ചെയ്തു എന്നാണ്. അതിന്റെ ഒരു അവതരണ പശ്ചാത്തലമായിക്കൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ല ഉദ്ധരിച്ച കാര്യമാണ്. ഇനി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല നൽകിയ വിശദീകരണത്തിൽ നിന്നും നമുക്ക് വായിക്കാം. അദ്ദേഹം പറയുകയാണ്, ഇന്നല്ലാഹ ബതദഅ ഹാദിഹി സൂറ ബികലിമത്തി വൈൽ. ഇവിടെ ഈ അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്നത് വൈലുൻ അഥവാ നാശം എന്ന അർത്ഥത്തിലാണ്, എന്ന ഒരു പദം വെച്ചുകൊണ്ടാണ്. വവൈലുൻ തക്കററത് ഫിൽ ഖുർആനി കസീറ. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വൈലുൻ എന്ന പദം ധാരാളം സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ അർത്ഥം എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുകയാണ്, വഹിയ അലൽ അസഹി കലിമത്തു വഈദിൻ യതവഅദുല്ലാഹു സുബ്ഹാനഹു വ തആല ബിഹാ മൻ ഖാലഫ അംറഹു ഔ ഇർതകബ നഹിയഹു അലൽ വജ്ഹിൽ മുഖയ്യദ് ഫിൽ ജുംലത്തി അല്ലതി ബഅദഹ. അഥവാ അതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്ന വിഷയങ്ങൾ അത്രയും ഗൗരവമാർന്ന വിഷയങ്ങളായിരിക്കും എന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്രയും ശക്തമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വൈലുൻ എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിക്കുന്നത് എന്നാണ്. അപ്പോൾ വൈലുൻ എന്ന് പറഞ്ഞതിന് ശേഷം വരുന്ന വിഷയങ്ങൾ ഏറെ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ് എന്ന് ചുരുക്കം. ഇനി നമുക്ക് അദ്വാഉൽ ബയാനിൽ ഇമാം ശൻഖീത്തി റഹ്മഹുല്ല നൽകിയ കാര്യങ്ങൾ നോക്കാം. ദീർഘമായ വിശദീകരണം അദ്വാഉൽ ബയാനിൽ കാണുവാൻ സാധിക്കും. ആദ്യമായി അദ്ദേഹം പറയുകയാണ്, ഖൗലുഹു തആല വൈലുൽ ലിൽ മുത്തഫിഫീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവിടെ അത്തത്ഫീഫ്, മുത്തഫിഫീൻ എന്ന് പറഞ്ഞല്ലോ. അത്തത്ഫീഫ് എന്ന് പറഞ്ഞാൽ അത്തൻഖീസു മിന തത്ഫീഫ്, അഥവാ ത്വഫീഫ് എന്ന് പറഞ്ഞാൽ കുറവ് വരുത്തുക, വഹുവ ശൈഉൽ ഖലീൽ, കുറച്ചാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. വഖദ് ഫസ്സറഹു മാ ബഅദഹു ഫീ ഖൗലിഹി തആല, എന്താണ് കുറച്ചാക്കുന്നത് എന്നുള്ള വിഷയം അതിന്റെ തൊട്ട് ശേഷമുള്ള രണ്ട് വചനങ്ങളിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുമുണ്ട്. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, അഥവാ ജനങ്ങളിൽ നിന്നും അളന്നെടുക്കുകയാണെങ്കിൽ അവർ അത് തികച്ചെടുക്കുന്നവരാണ്. വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ, അതേപോലെ തന്നെ അവർക്ക് അളന്നു കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ തൂക്കി കൊടുക്കുകയാണെങ്കിലോ അവിടെ ജനങ്ങളെ പറ്റിക്കുന്നവരുമാണ്, അല്ലെങ്കിൽ കബളിപ്പിക്കുന്നവരുമാണ്, അവർക്ക് നാശം അല്ലെങ്കിൽ നഷ്ടം വരുത്തുന്നവരാണ് എന്നാണ്. അപ്പൊ ജനങ്ങളുമായുള്ള ഇടപാടുകളിൽ കുറവ് വരുത്തുന്നവരാണ് നാശം ഭവിച്ചവർ എന്നാണ് ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞതിന്റെ സാരം. ഇനി അതിന്റെ ഒരു അവതരണ പശ്ചാത്തലമായിക്കൊണ്ട് ഇമാം ശൻഖീത്തി റഹ്മഹുല്ല പറയുന്ന കാര്യം നമുക്കൊന്ന് വായിക്കാം. അദ്ദേഹം പറയുകയാണ്, ഖാലു, പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നസലത് ഫി റജുലിൻ കാന ലഹു മിക്യാലാനി കബീറുൻ വസഗീറുൻ, അഥവാ അവിടെ മദീനയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ വിഷയത്തിലാണ് ഈ ഒരു അധ്യായത്തിന്റെ ആദ്യ ഭാഗം അവതീർണമാകുന്നത് എന്നാണ്. അയാളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അയാളുടെ അരികിൽ രണ്ട് അളവ് കോലുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അളവ് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. കബീറുൻ വസഗീറുൻ, ഒരു ചെറുതും ഒരു വലുതുമായിക്കൊണ്ട് രണ്ട് പാത്രങ്ങൾ, അളവ് പാത്രങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഇദക്താല ലിനഫ്സിഹി അലാ ഗൈരിഹി, മറ്റുള്ളവരിൽ നിന്നും തനിക്ക് വേണ്ടി എന്തെങ്കിലും വസ്തുക്കൾ സ്വീകരിക്കുകയാണ് എങ്കിൽ ഇക്താല ബിൽ മിക്യലിസ് കബീർ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വലിയ പാത്രം വെച്ചുകൊണ്ട് അയാൾ അത് അളന്ന് സ്വീകരിക്കുമായിരുന്നു. വഇദാ കാല മിൻ ഇൻദിഹി ലിഗൈരിഹി, അദ്ദേഹത്തിന്റെ അരികിലുള്ള വസ്തുക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനാണ് എങ്കിൽ ഇക്താല ബിൽ മിക്യലിസ് സഗീർ, ചെറിയ അളവ് പാത്രം വെച്ചുകൊണ്ട് അയാൾ അളക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പൊ മറ്റുള്ള ആൾക്കാർ അയാളുടെ അരികിലേക്ക് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നാൽ വലിയ പാത്രം എടുത്തിട്ട് അവരുടെ വസ്തുക്കൾ കുറച്ചുള്ളതുപോലെ തോന്നിപ്പിച്ച് അയാൾ വാങ്ങിക്കുമെന്നും, അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ തന്റെ അരികിൽ നിന്നും വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുപോകുവാൻ വരുമ്പോൾ ചെറിയ പാത്രം എടുത്ത് തന്റെ അരികിലുള്ള വസ്തുക്കൾ ധാരാളമുള്ളതുപോലെ തോന്നിപ്പിച്ച് വിൽക്കുകയും ചെയ്യുമെന്നും ആണ് പറഞ്ഞതിന്റെ സാരം. രണ്ട് രീതിയാണെങ്കിലും ഫഫീഖിൽ തൽഹാലതൈനി തത്ഫീഫുൻ ഐ തൻഖീസുൻ അലന്നാസി മിൻ ഹുഖൂഖിഹിം, രണ്ടിലും ജനങ്ങളുടെ അവകാശത്തിൽ നിന്നും ഒരു ചോർച്ച സംഭവിക്കുന്നുണ്ട്, ഒരു കുറവ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ വകവെച്ച് കൊടുക്കാതെ അത് തടുത്തു നിർത്തുമ്പോൾ അത് വലിയ
നാശം തന്നെയാണ് അയാളിൽ വരുത്തുക എന്നാണ് ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിൽ അള്ളാഹു സൂചിപ്പിച്ചത്. വത്തഖദീമു ഫി ഇഫ്തിതാഹിയതി ഹാദിഹി സൂറ ബിൽ വൈൽ ലിൽ മുത്തഫിഫീൻ. മുത്തഫിഫീങ്ങളായിട്ടുള്ള അഥവാ അളവിൽ ചുരുക്കം വരുത്തുന്ന അല്ലെങ്കിൽ നഷ്ടം വരുത്തുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാശമുണ്ട് എന്ന് ഈ അധ്യായം തുടങ്ങാനുള്ള കാരണം, വൈല് വെച്ചുകൊണ്ട് തുടങ്ങാനുള്ള കാരണവും അത് തന്നെയാണ്. അഥവാ ജനങ്ങളുടെ അവകാശങ്ങളിൽ കുറവ് വരുന്നുണ്ട്, അവരുടെ അവകാശം പൂർണ്ണമാകുന്നില്ല എന്നതാണ്. യുശ്ഇറു ബിശിദ്ദതി ഖതരി ഹാദൽ അമൽ, ഈ പ്രവൃത്തിയുടെ ഗുരുതരാവസ്ഥ ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വഹുവ ഫിഅലൻ ഖതീർ, അത് വലിയ ഗുരുതരമായ പാപം തന്നെയാണ് എന്നാണ്. ഇനി അതേപോലെ തന്നെ ഈ ചെയ്തിയുടെ ഗൗരവം സൂചിപ്പിച്ചുകൊണ്ട് ഇമാം ഷൻഖീത്തി റഹ്മഹുല്ല വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റു സന്ദർഭങ്ങളിലുള്ള വചനങ്ങൾ അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഫഖദ് വറദ ഫിൽ അൻആമി വൽ അഅറാഫി വഹൂദിൻ വബനി ഇസ്രായീൽ വറഹ്മാൻ വൽ ഹദീദ്, ഈ തുടങ്ങിയ അധ്യായങ്ങളിലെല്ലാം തന്നെ സൂറത്തുൽ അൻആമിലും സൂറത്തുൽ അഅറാഫിലും സൂറത്ത് ഹൂദിലും സൂറത്തുൽ ഇസ്രായിലും അതേപോലെ തന്നെ സൂറത്തുൽ റഹ്മാനിലും സൂറത്തുൽ ഹദീദിലും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാമർശം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നുണ്ട് എന്നാണ്. നമുക്ക് ചുരുങ്ങിയ രീതിയിൽ അതൊന്ന് നോക്കാം. ആദ്യമായി കൊണ്ട് അദ്ദേഹം പറയുകയാണ്, സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ സിയാഖി മാ യുറഫു ബിൽ വസായൽ അശർ, സുപ്രധാനമായ 10 വസിയത്തുകൾ എടുത്തു പറയുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. ആ 10 വസിയത്തുകൾ പറയുന്ന കൂട്ടത്തിൽ ഈ കാര്യം അഥവാ അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിക്കാതിരിക്കുക അല്ലെങ്കിൽ സൂക്ഷ്മത പുലർത്തുക എന്ന വിഷയം അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണാം. സൂറത്തുൽ അൻആമിലെ 151-ാമത്തെ വചനം അല്ലാഹു പറയുകയാണ്, ഖുൽ, പറയുക പ്രവാചകരെ, തആലൗ, നിങ്ങൾ വരുവീൻ, അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ, അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, അത് ശക്തമായ പാപമാണ്, അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന വസിയത്താണ്. പിന്നെ അതിനുശേഷം വദക്കറ ബിർറൽ വാലിദൈൻ, ബിർറുൽ വാലിദൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു. വന്നഹി അൻ ഖത്ലിൽ ഔലാദ്, കുട്ടികളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സൂചിപ്പിച്ചു, അത് തെറ്റാണ്, പാടില്ല. ഇംലാക്ക് പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് കുട്ടികളെ കൊല്ലുക എന്നുള്ളത് പാടില്ല എന്ന് അല്ലാഹു സൂചിപ്പിച്ചു, വസിയത്തായി പറഞ്ഞു. വൽ ഖുർബ് മിനൽ ഫവാഹിഷ്, മ്ലേച്ഛതകളിലേക്ക് അടുക്കരുത്, അത് വസിയത്തായി കൊണ്ട് പറഞ്ഞു. വഖത്ലു നഫ്സില്ലതി ഹറമല്ലാഹ്, അല്ലാഹു നിഷിദ്ധമാക്കിയ ശരീരങ്ങളെ നിങ്ങൾ കൊല്ലരുത്, കൊലപാതകത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് അല്ലാഹു സൂചിപ്പിച്ചു. വന്നഹിയു അൻ മാലിൽ യതീം, യതീമിന്റെ അഥവാ അനാഥരുടെ സമ്പത്ത് അതിൽ നിങ്ങൾ കൈ കടത്തരുത് എന്ന് അല്ലാഹു സൂചിപ്പിച്ചു. അതെല്ലാം പറഞ്ഞു വസിയത്തായി കൊണ്ട് പറഞ്ഞു തന്നു ശേഷം സുമ്മ ഖാല, അല്ലാഹു പറഞ്ഞു, വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, സൂറത്തുൽ അൻആമിലെ 152-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അളവും തൂക്കവും നീതിയോടെ നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വസിയത്തായിക്കൊണ്ട് അല്ലാഹു നമ്മോട് പറഞ്ഞ കാര്യമാണ് സൂറത്തുൽ അൻആമിൽ എന്ന് ഇമാം ഷൻഖീത്തി റഹ്മത്തുള്ളാഹി പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അറാഫിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഇലാ മദിയന അഖാഹും ശുഐബ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു ഖദ് ജാഅത്കും ബയ്യിനത്തും മിർ റബ്ബിക്കും فأوفوا الكيل والميزان ولا تبخسوا الناس أشياءهم ولا تفسدوا في الأرض بعد إصلاحها ذلكم خير لكم إن كنتم مؤمنين. അഥവാ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ നടത്തുന്ന ദഅവത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിക്കുകയാണ്. അദ്ദേഹം അവിടെ ചെന്ന് പറയുന്നുണ്ട്, യാ ഖൗം, അല്ലയോ ജനങ്ങളെ, ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾ അല്ലാഹു അല്ലാത്ത മറ്റുള്ള ആർക്കും നിങ്ങൾ ആരാധനകൾ അർപ്പിക്കരുത്, നിങ്ങളുടെ ഇലാഹായി അല്ലാഹു മാത്രമാണുള്ളത്. ഖദ് ജാഅത്കും ബയ്യിനത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ബയ്യിനത്ത് അഥവാ കൃത്യമായ തെളിവ് നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. ഫഔഫുൽ കൈല വൽ മീസാൻ, ശേഷം അദ്ദേഹം തന്റെ ജനതയെ ഉണർത്തുന്ന കാര്യം അല്ലാഹു പ്രത്യേകം നമ്മെ എടുത്തു പറഞ്ഞു. ഫഔഫുൽ കൈല വൽ മീസാൻ, നിങ്ങൾ അളവും തൂക്കവും കൃത്യമായി കൊടുക്കുക, പൂർത്തിയാക്കി കൊടുക്കുക. വലാ തബ്ഖസുൻ നാസ അഷ്യാഅഹും, ജനങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾ ഒരിക്കലും തന്നെ അവർക്ക് നഷ്ടമുണ്ടാക്കി കൊടുക്കരുത്, അവരുടെ വസ്തുക്കളിൽ നിങ്ങൾ കുറവ് വരുത്തരുത്. വലാ തുഫ്സിദൂ ഫിൽ അർദ്, ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ബഅദ ഇസ്ലാഹിഹാ, അത് സന്ധിയുള്ളതായതിന്റെ ശേഷം വീണ്ടും നിങ്ങൾ അവിടെ പ്രശ്നമുണ്ടാക്കരുത്. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്കിതാണ്
ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ സൂറത്തുൽ ഹൂദിലും ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ഒരു ദഅവത്ത് അത് വീണ്ടും അള്ളാഹു ആവർത്തിച്ച് പറയുന്നതായി കൊണ്ട് കാണാം. സൂറത്തുൽ ഹൂദിലെ 84-85 വചനങ്ങളിൽ അതേ രീതിയിൽ തന്നെ ആവർത്തിക്കപ്പെടുന്നു. അതേപോലെ തന്നെ സൂറത്തുൽ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഇസ്രായിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്. നിങ്ങളുടെ കൈ നീ നിന്റെ പിരടിയിലേക്ക് വെച്ച് ബന്ധിക്കപ്പെട്ടതാക്കി മാറ്റരുത്. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്, അത് മുഴുവനായി അത് നിങ്ങൾ അയച്ചിടുകയും ചെയ്യരുത് എന്ന് പറയുന്നതായി കാണാം. അഥവാ ഫിൽ ഇൻഫാഖി മഅ നഫ്സിഹി ഫദ്ലൻ അൻ ഗൈരിഹി, അഥവാ ചിലവഴിക്കുന്ന വിഷയത്തിൽ സ്വന്തത്തിന് വേണ്ടിയാണെങ്കിലും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയാണെങ്കിലും ചിലവഴിക്കുമ്പോൾ നിങ്ങൾ ചൊവ്വായ നിലയിൽ നിലകൊള്ളണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വഖദ് യകൂനുൽ ബാഇസു അലൈഹിമാ ഐദൻ ഖർദൻ മാലിയൻ, ഇത്തരത്തിൽ സമ്പത്ത് പിടിച്ചു വെക്കുന്ന വിഷയമാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഖർദുൻ മാലിയാണ്, അഥവാ സാമ്പത്തികപരമായി നമുക്ക് നേട്ടമുണ്ടാകണം എന്ന് തന്നെയാണ്. അതിന്റെ കൂടെ വീണ്ടും പറയുന്നു വലാ തഖറബു മാലൽ യതീം, യതീമിന്റെ അനാഥയുടെ സമ്പത്തിൽ നിങ്ങൾ കൈ കടത്തരുത്. ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, അത് നന്മക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾ കൈ കടത്തരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. അതും നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ഇത്തരത്തിൽ സാമ്പത്തികപരമായുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ 35-ാമത്തെ വചനത്തിൽ വീണ്ടും പറഞ്ഞു വൗഫുൽ കൈല ഇദാ കിൽതും വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം ദാലിക ഖൈറുൻ വ അഹ്സനു തഅവീല, അഥവാ നിങ്ങൾ അളവും തൂക്കവും നീതിയുക്തമായി ചൊവ്വായി പൂർത്തീകരിക്കണേ എന്ന് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായുള്ള മനുഷ്യന്റെ ശാരീരികവും സാമ്പത്തികവും അതേപോലെ തന്നെ അഭിമാനവും അങ്ങനെ തുടങ്ങിയുള്ള അടിസ്ഥാനപരമായുള്ള കാര്യങ്ങൾ, ആ വിഷയങ്ങളെല്ലാം പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഈ ഒരു വിഷയം എടുത്തു പറയുന്നുണ്ട് എങ്കിൽ അതിന്റെ ഗൗരവം തന്നെയാണ് യഥാർത്ഥത്തിൽ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശേഷം ഇമാം ശൻഖൈതി റഹ്മഹുല്ല ഇതുമായി ബന്ധപ്പെട്ട് അഅമ്മായിക്കൊണ്ട് അഥവാ പൊതുവായ രീതിയിൽ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച കുറച്ചുകൂടി കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. സൂറത്ത് ശൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 17-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അല്ലാഹുല്ലദീ അൻസലൽ കിതാബ ബിൽ ഹഖ് വൽ മീസാൻ വമാ യുദ്രീക ലഅല്ല അസ്സാഅത ഖരീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യപ്രകാരം വേദഗ്രന്ഥത്തെയും അതേപോലെ തന്നെ നന്മയും തിന്മയും അളന്നു നോക്കുവാനുള്ള തുലാസിനെയും ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ മീസാൻ എന്ന് പരാമർശിച്ചു. ഇമാം ശൻഖൈതി റഹ്മത്തുള്ള ശേഷം പറയുകയാണ് വതകല്ലമ ശൈഖ് ഇൻദ ഹാദിഹിൽ ആയ ബിമാ അശർനാ ഇലാ അന്നഹു ആമുൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ആമായ രീതിയിലാണ്. മീസാൻ എന്ന് പറഞ്ഞാൽ അളക്കുന്ന തുലാസ് എന്നാണ് അതിന്റെ അർത്ഥം വരിക. അപ്പൊ തുലാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അളക്കുന്ന യന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് പ്രത്യേകം അത് പൊതുവായ സ്വരത്തിൽ തന്നെയാണ്, അഥവാ എല്ലാ വിഷയവും അവിടെ വരും എന്നർത്ഥം. ഇവിടെ മീസാന് അർത്ഥം അൽ മുറാദു ബിഹി അൽ അദ്ലു വൽ ഇൻസാഫ്, നീതിയും അതേപോലെ തന്നെ തുല്യതയും ഉറപ്പുവരുത്തുക എന്നതാണ്. അഥവാ നീതിയുക്തമാവുക എന്നാണ് അവിടെ അർത്ഥം വെക്കേണ്ടത് പൊതുവായ സ്വരത്തിൽ. വ അന്ന ഹാദൽ മഅന മുതളമ്മിനുൻ ആലത്തൽ വസ്നി വ സിയാദതൻ. അപ്പൊ ഇതിവിടെ അളവും തൂക്കവും എന്ന വിഷയം പറയുമ്പോൾ, ഈ വചനം എടുത്തു പറയുമ്പോൾ അത് പൊതുവായ സ്വരത്തിൽ നമ്മുടെ ഈ വിഷയത്തിലേക്കും ഈ വചനത്തെ ബന്ധിപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് ഇമാം ശൻഖൈതി റഹ്മത്തുള്ള പറഞ്ഞു വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാനെ ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതില് അഥവാ നീതിയുക്തമായി കാര്യങ്ങൾ നിർവഹിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം. അതേ രീതിയിൽ തന്നെ സൂറത്തു റഹ്മാനിലെ 7-ാമത്തെ വചനം വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ ഉയർത്തിയിരിക്കുന്നു, മീസാനിനെ വെച്ചിരിക്കുന്നു, മീസാനിനെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മീസാൻ എന്ന പ്രതിപാദനത്തിൽ നിന്നും ഈ ഒരു ആശയം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമെന്ന് ഇമാം ശൻഖൈതി റഹ്മത്തുള്ള നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേ രീതിയിൽ തന്നെ സൂറത്തുൽ ഹദീദിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാൻ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ലഖദ് അർസൽനാ റസുലനാ ബിൽ ബയ്യിനാതി വ അൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ലഖദ് അർസൽനാ റസുലനാ ബിൽ ബയ്യിനാത്ത്, നമ്മുടെ ദൂതന്മാരെ, നമ്മുടെ പ്രവാചകന്മാരെ
നാം കൃത്യമായ തെളിവുകളോടെ അവരെ പറഞ്ഞയക്കുകയുണ്ടായി, നിയോഗിക്കുകയുണ്ടായി. വഅർസൽനാ മഅഹുമുൽ കിതാബ, അവരുടെ കൂടെ കിതാബ് വേദഗ്രന്ഥവും നാം ഇറക്കിക്കൊടുത്തു. വൽ മീസാന, മീസാനെയും നാം ഇറക്കി. എന്തിനു വേണ്ടിയാണ്? ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയുക്തമായി നിലകൊള്ളുവാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ മീസാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ളത് പരിപൂർണമായും നീതിയുക്തമായ ജീവിതം മനുഷ്യർക്കിടയിൽ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. വമഅലൂമുൻ അന്നൽ മീസാൻ അല്ലദീ ഉൻസില മഅൽ കിതാബി ഹുവ മീസാനുൽ ഹഖ് വൽ അദ്ൽ. അവിടെ കിതാബിന്റെ കൂടെ, വേദഗ്രന്ഥത്തിന്റെ കൂടെ മീസാനും ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നീതിയുക്തമായ ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം വെക്കുന്നത്. അതേപോലെ തന്നെ വന്നഹിയു അൻ അക്ലി അംവാലിൻ നാസി ബിഗൈരി ഹഖിൻ, അന്യായമായി കൊണ്ട് ജനങ്ങളുടെ സമ്പത്ത് വാരി ഭക്ഷിക്കുന്നതിനെയും ശക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിക്കുന്നുണ്ട്. വഅദ്മു ബഖ്സിൻ നാസി അശ്യാഅഹും, ജനങ്ങളുടെ വസ്തുക്കളിൽ നഷ്ടം വരുത്തുന്നതും അത് തെറ്റാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ റഹ്മഹുല്ല പറയുന്നു, ഫകാനത് ഹാദിഹിൽ ആയ അഅമ്മു വ അശ്മല ആയാതിൽ വഫാ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു തന്ന ഈ വചനങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൈയിലും വസനും തൂക്കവും അളവുമെല്ലാം ജനങ്ങളോട് ഇടപഴകുമ്പോൾ, ജനങ്ങൾക്കിടയിൽ നമ്മൾ പെരുമാറുമ്പോൾ അത് ഭദ്രമാക്കേണ്ടതുണ്ട്, പരിപൂർണമായും നീതിയുക്തമാക്കേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് ഈ വചനങ്ങളിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 88ാമത്തെ വചനവും അത് തന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ അത് അതിന്റെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ഇദാ ഹക്കംതും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ വിധിക്കുമ്പോൾ അൻ തഹ്കുമു ബിൽ അദ്ൽ, പരിപൂർണമായും നീതിയുക്തമായി വിധിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ എന്ത് ചെറിയ നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും അവിടെ പരിപൂർണമായും നീതിയുക്തമായി ആ കാര്യങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്ത് ചെറിയ സാധനമുള്ള വസ്തുക്കളാണെങ്കിൽ പോലും അവിടെ മറ്റുള്ളവരുടെ സമ്പാദ്യം നമ്മുടെ സമ്പാദ്യത്തിലേക്ക് ഇടകലരുന്നില്ല എന്നും അവർക്ക് അവകാശപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അവരുടെ തൃപ്തിയില്ലാതെ കടന്നു വരുന്നില്ല എന്നും നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എത്ര നിസ്സാരമായുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുകയും ശേഷം പരലോകത്ത് വൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ എത്തിപ്പെടുകയും ചെയ്യുന്ന ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.